ഇത് ഇടതുപക്ഷത്തിന്റെ മാത്രം വിജയമല്ല, ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. ഇടതുപക്ഷം വളരും, അതിന്റെ കൂടെ പാവപ്പെട്ടവരുടെ വിജയം ഉണ്ടാവും, വികസനം നടക്കും. അപ്പൊ പ്രവർത്തകരെല്ലാം വളരെയേറെ ആവേശത്തിൽ തന്നെയാണ്. ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി ഇപ്പോൾ തുടർച്ചയായി 2ാം പ്രാവശ്യമാണ് LDF അധികാരത്തിൽ വരുന്നത്. എന്തെല്ലാം നുണപ്രചരണങ്ങൾ UDF ഇവിടെ കൊട്ടിയോഗസിച്ചു. നമുക്കറിയാം 11ാം വാർഡിൽ കച്ചേരിക്കുന്ന് ഷമീജിക്കയും അസീസ്, ഇവിടെ ചെർപ്പുളശ്ശേരി 12ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥി ചെർപ്പുളശ്ശേരിയുടെ അളിയാക്ക വെറും 2 മാസം മാത്രം വന്നുകൊണ്ട് കച്ചേരിക്കുന്ന് പൊതുപ്രവർത്തനം ആരംഭിക്കുകയും അതിനെ കെട്ടുകെട്ടിക്ക ഞങ്ങളുടെ ചെർപ്പുളശ്ശേരിയുടെ സുൽത്താൻ VP സമീജിന് കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെ ആഹ്ലാദത്തിലാണ്. അതേപോലെ തന്നെ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി 2ാമതും ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചതിനാൽ അത് 2ാം വട്ടവും ഞങ്ങൾക്ക് ഭരണം പിടിക്കാൻ കഴിഞ്ഞതും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതേപോലെ പന്നിയംകുറിശി 30ാം വാർഡിൽ ചില ആളുകളുടെ ധാരണ അവരാണ് ഈ പാർട്ടി, ഈ പന്നിയംകുറിശിയിലെ പാർട്ടി വളർത്തിയത് അവരാണ് എന്നുള്ളൊരു ധാരണ കുറെ അല്പന്മാർ പന്നിയംകുറിശിയിലുണ്ട്. അവർക്ക് കൂടി മറുപടി കൊടുത്തുകൊണ്ടാണ് പന്നിയംകുറിശിയിൽ കഴിഞ്ഞ പ്രാവശ്യം 209 വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ ഇപ്രാവശ്യം അത് 277 വോട്ടാക്കി ഉയർത്താൻ അവിടുത്തെ ഓരോ സഖാക്കൾക്കും പ്രായവ്യത്യാസമില്ലാതെ ഞങ്ങൾ അതിനെ വകവെക്കാതെ എല്ലാവരും പണിയെടുത്ത് അധ്വാനിച്ചത് കൊണ്ട് പന്നിയംകുറിശി 30ാം വാർഡിന്റെ ചെങ്കോട്ടയുടെ ഒരു മൂലനക്കാൻ പോലും അവിടുത്തെ കോലീബി സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അത് ഞങ്ങളുടെ ആവേശമാണ് എന്ന് മാത്രം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആഘോഷത്തിൽ എല്ലാവരെയും പങ്കെടുക്കുവാൻ ഞങ്ങൾ ആദ്യമായി സ്വാഗതം ചെയ്യും. കണ്ടില്ലേ ഇവരുടെ ഒരു ആവേശം, കണ്ടില്ലേ? നഗരസഭ ഭരണം തുടർന്നതിനുള്ള ഒരു ആവേശം തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മുടെ കൂടെ പ്രവർത്തകരുണ്ട്. വലിയ സന്തോഷം തന്നെയാണ്. പിന്നെ ഭരണം നിലനിർത്തി, ഉറപ്പായിരുന്നില്ല ഭരണം LDF കോട്ടകൾ തിരിപ്പിച്ചു. ഇവിടെ ഈ പണാധിപത്യവും അതുപോലെ തന്നെ വർഗീയതയും മറ്റുള്ള ഒരു ദുരുപയോഗങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യാപനവും നടക്കില്ല എന്ന് ചെർപ്പുളശ്ശേരിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ ചെർപ്പുളശ്ശേരി മണ്ണിൽ ജനാധിപത്യവും അതുപോലെ മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ ചെർപ്പുളശ്ശേരി ജനങ്ങൾ. 12ാം വാർഡിൽ നിങ്ങൾക്കറിയാം, 12ാം വാർഡിൽ ഒരുപാട് കളവ് പ്രവചിച്ചുകൊണ്ട് ആരാധനകളും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭിന്നിച്ച് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഒരുപാട് പേരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സഹതാപത്തിൽ പിടിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്താൻ ശ്രമിച്ചു. പക്ഷേ ഈ ജനങ്ങൾ അതൊക്കെ തിരിച്ചറിയും. ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും ഒരു സ്വാധീനത്തിനും വഴങ്ങില്ല എന്നൊരിക്കൽ കൂടി ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അത് ഇവിടുത്തെ ജനങ്ങൾ എന്നും ആ ഒരു ജനാധിപത്യ സംവിധാനം നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എന്തായാലും BJPയുടെ കോട്ടകള്, അതുപോലെ തന്നെ ലീഗിന്റെ കോട്ടകള്, UDFന്റെ കോട്ടകളെല്ലാം തൂത്തുവാരി തകർത്തുകൊണ്ടാണ് നമ്മുടെ ചെർപ്പുളശ്ശേരി LDF ചെർപ്പുളശ്ശേരി നഗരസഭ ഭരണം തുടർ ഭരണം ഉറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആഹ്ലാദ പ്രകടന റാലിയാണ് നമുക്ക് പിറകിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ